അപ്പോൾ ഇന്ന് എൻ്റെ രാവിലെ മുതലുള്ള കുറച്ച് പണികളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പാറുമോൾ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ ആദ്യം തന്നെ മുറ്റടിച്ച് വരാനാണ് നിൽക്കാറ്. അപ്പോൾ ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ മുറ്റടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അകത്തെ പണികളൊക്കെ വേഗം അങ്ങ് ചെയ്ത് തീർക്കാമെന്നേ. അപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞാൽ വേഗം പോയി മുറ്റടിച്ച് വരാമല്ലോ. അപ്പോൾ അകം അടിച്ച് വരാൻ വേണ്ടിയിട്ട് എല്ലാം ഒതുക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം അടിച്ച് വരുന്നതിന് മുന്നേ എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ അടിച്ച് വരാറ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടിച്ച് വരുന്നത് പെട്ടെന്ന് അങ്ങ് കഴിയും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കാശിക്കൂട്ടിൻ്റെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്, അതെല്ലാം ഒതുക്കി എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ അടിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പം പുറത്ത് ലേശം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി മുറ്റം അടിച്ചു വാരിയിട്ടുണ്ട്. മുറ്റം അടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കളയിൽ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നേ. നമ്മൾ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം കഴുകി എടുത്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി ഇടണേ. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കറി വെക്കലൊക്കെ കുളി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ചോറ് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതങ്ങ് ശരിയായിക്കോളേ. അങ്ങനെ അതൊക്കെ അവിടെ വെച്ച് അടുക്കളയിലുള്ള ബാക്കി കുറച്ച് പണികളും കൂടെ തീർക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി അടുക്കളയൊക്കെ അടിച്ചു വാരി ഇടണേ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തുടച്ചിട്ടത് കൊണ്ട് തന്നെ ഇന്ന് തുടയ്ക്കുന്ന പണിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം നാളെ തുടച്ചാൽ മതി. അങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് ഗ്യാസൊക്കെ തുടയ്ക്കാൻ എത്തിയപ്പോഴത്തേക്കും നമ്മൾ കാശിക്കൂട്ടിന് അവിടെ നിന്ന് വിളി തുടങ്ങിയിട്ടുണ്ടേ. അവന് കുറച്ച് നേരം കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പണിയെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവന് മടുപ്പൊക്കെ ആയിട്ടുണ്ട്. അധിക നേരമൊന്നും ഇങ്ങനെ കാർട്ടൂൺ കണ്ടിരിക്കില്ല കേട്ടോ. പെട്ടെന്നൊരു മടുപ്പ് വരുമേ. അപ്പോൾ ഒരു പഴമൊക്കെ കൊടുത്ത് കുറച്ച് നേരം കൂടെ അവിടെ ഇരുത്താൻ വേണ്ടി നോക്കിയതാണ്. അപ്പോഴത്തേക്ക് അവൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ ഓടിപ്പോയി അച്ഛനെ നോക്കുകയാണ് കേട്ടോ. എപ്പോഴും ഈ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് അച്ഛനെ നോക്കുക. അങ്ങനെ നോക്കി നോക്കി ആ ചില്ല് എപ്പോഴും ഇങ്ങനെ പാടാക്കി വെക്കും കേട്ടോ. എത്ര തുടച്ചാലും അവൻ ആ പാടങ്ങനെ ആക്കി വെക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കാശിക്കൂടം കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് തന്നെ അതിലേക്കാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഞാനൊരു ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിൽ നോക്കിയൊരു ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ അച്ഛൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് നേരം അവരോട് എങ്ങനെ ഇരുന്നേ. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമുക്കിനി കറിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അനുവേട്ടൻ വരുമ്പോൾ കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ മീനൊക്കെ മുറിച്ച് പെരക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുളിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇനി ഞാൻ പോയി വേഗം ചിക്കൻ കറിയൊക്കെ വെച്ച് മീനൊക്കെ പൊരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ.